നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് കേരളത്തെ നടുക്കി കഴക്കൂട്ടത്തൊരു ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി ഒരു ലോറി ഡ്രൈവർ, ഒരു 35 വയസ്സുള്ള ഈ പറയുന്ന ഒരു സൈക്കോ യുവാവ് ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് അവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് മുങ്ങിയത്. ഏതായാലും പ്രതി പിടിയിലായിട്ടുണ്ട്. വളരെ നടുക്കത്തിലാണ്. കാരണം ഹോസ്റ്റലിലൊക്കെ നിരവധി കുട്ടികളാണ് പഠിക്കാനായിട്ടും ജോലിക്കായിട്ട് സ്വന്തം വീടും കുടുംബവും ഒക്കെ വിട്ട് തന്നെ വന്നു നിൽക്കുന്നത്. അങ്ങനെയുള്ള നിൽക്കുന്ന ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളുടെയും ഹോസ്റ്റലുകളുടെയും ഒക്കെ സുരക്ഷയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ സംഭവം നടന്ന് അല്ലെങ്കിൽ പ്രതിയെ പിടിച്ച് വെറും 3 ദിവസം 4 ദിവസം കഴിയുമ്പോഴേക്കും മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. സ്പോർട്സ് സ്കൂളിലെ പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ചു കയറിയ യുവാവിനെ ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് പിടിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി 10ഓടെയാണ് കണ്ണൂർ താവക്കരയിലുള്ള ഹോസ്റ്റലിലാണ് യുവാവ് അതിക്രമിച്ച് കടന്നത്. കുട്ടികൾ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ഹോസ്റ്റൽ ജീവനക്കാർ എത്തിയതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് പിടികൂടുകയായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് ടൗൺ പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്തു. ഹോസ്റ്റലിലെ പരിസരത്ത് ജീപ്പിലായിരുന്നു എത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ജീപ്പിൽ നിന്ന് ഇറങ്ങി മതിലിന് സമീപത്തുകൂടി അകത്ത് കടന്നതോടെ ഹോസ്റ്റലിലെ പെൺകുട്ടികൾ കണ്ടു. ഇതോടെ മതിലിന് പുറത്തിറങ്ങിയ യുവാവ് വീണ്ടും ഗേറ്റിന് സമീപത്ത് എത്തുകയായിരുന്നു. കണ്ണൂർ നഗരത്തിലുള്ള ആളാണെന്നും ഇയാൾ മദ്യലഹരിയിലാണെന്നും സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. കൂടുതൽ പേർ ഉണ്ടായിരുന്നോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി ടെക്നോ പാർക്ക് ജീവനക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മധുര സ്വദേശി ബെഞ്ചമിനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സംഭവത്തിന്റെ നടുക്കം മാറും മുമ്പ് തന്നെ, മാത്രമല്ല നമ്മുടെ ഹോസ്റ്റലുകൾക്കും ഇതുപോലുള്ള പെയിൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾക്കൊക്കെ തന്നെ സുരക്ഷ കൂട്ടണമെന്നുള്ള നിർദ്ദേശമൊക്കെ വന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് കണ്ണൂരിലും സമാനമായിട്ടുള്ള സംഭവം നടക്കുന്നത്. പക്ഷേ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ കണ്ടതുകൊണ്ടും ബഹളം വെച്ചതുകൊണ്ടാണ് അവിടെ പ്രതിയെ പിടിക്കാനായിട്ട് സാധിച്ചത്. ഇനി ഈ പറയുന്ന കഴക്കൂട്ടത്ത് നടന്നത് ATM കൗണ്ടറിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യമാണ് പ്രതിയിലേക്ക് പോലീസിനെ വേഗത്തിൽ എത്തിച്ചത്. ഇതിൽ നിന്നും പ്രതി ആരാണെന്ന് മനസ്സിലാക്കിയിരുന്നു. 200ഓളം ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചത്. ഇതിനിടെയാണ് ട്രക്കിന്റെ സംശയകരമായ സാന്നിധ്യം പിടികിട്ടിയത്. ഈ ട്രക്കിന്റെ ഡ്രൈവറെ പിന്തുടർന്നു. ഇത് നിർണായകമായി. റോഡിൽ സ്ത്രീകളെ കണ്ടാൽ വെറുതെ വിടാത്ത മാനസിക വൈകൃതം ഇയാൾക്കുണ്ടായിരുന്നു. സൈക്കോ പീഡകനായിരുന്നു ഇയാൾ. ഈ ട്രക്കിൽ ആദ്യമായാണ് ഇയാൾ കേരളത്തിലെത്തിയത്. മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സ്വന്തം ലോറിയിൽ ലോഡുമായി എത്തുന്ന ആളാണ് പ്രതി. തോന്നക്കലിലുള്ള ഗാരേജിലേക്ക് സാധനങ്ങളുമായി വന്ന പ്രതി കഴക്കൂട്ടത്താണ് തങ്ങിയത്. റോഡരികിൽ ലോറി ഒതുക്കിയിട്ട് മദ്യപിച്ച ശേഷം സർവീസ് റോഡിന് സമീപത്തുകൂടി നടക്കുമ്പോഴാണ് ഹോസ്റ്റൽ മുറിയിൽ വെളിച്ചം കണ്ടത്. ഇതിനു മുൻപ് അവിടുത്തെ വീടുകളിൽ നിന്ന് മോഷണവും നടത്തി. ഇതിനുശേഷം തന്ത്രപരമായി മുങ്ങി. ആറ്റിങ്ങൽ വഴിയാണ് മധുരയിലേക്ക് തിരിച്ചുപോയത്. പോലീസ് മധുരയിൽ എത്തുമ്പോഴും തെരുവിൽ കിടക്കുകയായിരുന്ന സ്ത്രീയെ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. പോലീസ് ഇയാൾ അന്വേഷിച്ചെത്തുന്ന സമയത്തും ഇയാൾ സമാനമായ കുറ്റകൃത്യം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇയാൾ കേരളത്തിൽ തുടരുകയാണെങ്കിൽ, ഇയാൾ ഇപ്പോൾ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇനിയും ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഇത്തരത്തിൽ ഇയാൾ ഒരു പക്ഷേ പീഡിപ്പിച്ച് കൊലപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായി. മാത്രമല്ല ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളോ അല്ലെങ്കിൽ യുവതികളോ ഇയാളുടെ പീഡനത്തിന് ഒരുപക്ഷെ ഇരയായേനെ. പോലീസിനെ കണ്ട് ഇയാൾ ഓടി. പിന്നീട് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെയാണ് പൊക്കിയത്. ഇതോടെയാണ് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം തെളിഞ്ഞത്. വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞ് കഴക്കൂട്ടത്ത് ഹോസ്റ്റലിലെത്തി ഉറങ്ങുകയായിരുന്ന പെൺകുട്ടിയാണ് ഇയാൾ മുറിയിൽ കയറി പീഡിപ്പിച്ചത്. യുവതി ഞെട്ടി ഉണർന്ന് ബഹളം വെച്ചപ്പോഴേക്കും പ്രതി കടന്നു കളഞ്ഞിരുന്നു. ട്രക്ക് കണ്ടെത്തിയതോടെ ആ നമ്പർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. ഇതോടെ പ്രതി ആരെന്ന് വ്യക്തമാകുകയും ചെയ്തു. പുലർച്ചെ വരെ പരിസരത്ത് തന്നെ കറങ്ങി നടന്നതിന് ശേഷമാണ് പ്രതി ആറ്റിങ്ങലിലേക്ക് കടന്നതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. പ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുമെന്നാണ് വിവരം. പ്രതി സ്ഥിരം മോഷണങ്ങൾ നടത്തുന്ന ആളാണ്. തെരുവിൽ ഉറങ്ങുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പതിവുമുണ്ടെന്ന് പോലീസ് പറയുന്നു. കഴക്കൂട്ടത്ത് ടെക്നോ പാർക്ക് ജീവനക്കാരിയെ ഹോസ്റ്റൽ കയറി ബലാത്സംഗം ചെയ്ത പ്രതി ഹോസ്റ്റലിൽ കയറും മുമ്പ് 3 വീടുകളിൽ ഇയാൾ മോഷണം നടത്തിയതായും പോലീസ് പറയുന്നു. മധുര സ്വദേശി ബെഞ്ചമിനാണ് കഴക്കൂട്ടത്തെ 3 വീടുകളിൽ കയറിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്ന് ഹെഡ്ഫോണും മറ്റൊരു വീട്ടിൽ നിന്ന് കുടയും മോഷ്ടിച്ചു. ഈ കുട കൊണ്ട് മുഖം മറച്ചാണ് പ്രതി അതിജീവിത താമസിച്ച ഹോസ്റ്റൽ മുറിയിൽ കയറിയത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഹോസ്റ്റൽ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ടെക്നോ പാർക്കിലെ IT ജീവനക്കാരിയെ മുറിയിൽ അതിക്രമിച്ച് പ്രതി ബലാത്സംഗം ചെയ്യുന്നത്. രാത്രി ജോലി
കഴിഞ്ഞ് സഹതാമസക്കാർ വരുമെന്നതിനാൽ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ പ്രധാന വാതിലോ യുവതി താമസിക്കുന്ന മുറിയുടെ വാതിലോ ലോക്ക് ചെയ്തിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടിയത്. ചോദ്യം ചെയ്യലിലും പ്രതി കുറ്റം സമ്മതിച്ചു. അതിജീവിത പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തു. തുടർന്നാണ് 35 വയസ്സുകാരനായ മധുര സ്വദേശി ബെഞ്ചമിനാണ് പ്രതിയെന്ന വിവരം പോലീസ് പുറത്തുവിട്ടത്. തമിഴ്നാട്ടിലും ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. തെരുവിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുന്നതും ഇയാളുടെ പതിവ് രീതിയാണെന്നും പോലീസ് പറയുന്നു. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും DCP T ഫറാഷ് പറഞ്ഞു. മോഷണം നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹോസ്റ്റലിൽ കയറിയതെന്നാണ് ബെഞ്ചമിന്റെ വെളിപ്പെടുത്തൽ. അകത്തുനിന്ന് കുറ്റിയിടാതിരുന്ന മുറിയിൽ കയറി ഉറങ്ങുകയെന്ന യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. യുവതി ബഹളം വെച്ചതോടെ ശബ്ദിച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി തുടർന്ന് ഇറങ്ങിയോടി. ഹോസ്റ്റലിൽ സെക്യൂരിറ്റി ജീവനക്കാരനോ CCTV ക്യാമറയോ ഇല്ലെന്ന് മനസ്സിലാക്കിയാണ് അവിടെ കയറിയതെന്നും പ്രതി വെളിപ്പെടുത്തി. തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങളുമായി ലോറിയിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് തോന്നക്കലിലെത്തിയത്. അവിടെയുള്ള ഗോഡൌണിൽ സാധനങ്ങൾ ഇറക്കിയ ശേഷം സന്ധ്യയോടെ കഴക്കൂട്ടത്തെത്തി. അവിടെ എലിവേറ്റഡ് ഹൈവേയുടെ അടിപ്പാതയ്ക്ക് സമീപം ലോറി ഒതുക്കിയിട്ട ശേഷം ബാറിൽ കയറി മദ്യപിച്ചു. തുടർന്ന് പരിസര പ്രദേശങ്ങളിൽ കറങ്ങി നടന്നു. പിന്നീട് ലോറിയിൽ കിടന്നുറങ്ങി. രാത്രി 12 മണിയോടെ ഉണർന്ന് മോഷണം നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇട റോഡിലൂടെ നടന്നത്. ഏതാനും വീടുകളുടെ പരിസരങ്ങൾ പരിശോധിച്ചു. തുടർന്നാണ് ഇരുനില ഹോസ്റ്റലിൽ വെളിച്ചം കണ്ടത്. അവിടെ കയറിയപ്പോൾ താഴത്തെ നിലയിലെ ഒരു മുറിയുടെ വാതിൽ ചാരിയ നിലയിൽ കണ്ടു. സെക്യൂരിറ്റി ജീവനക്കാരന് CCTV ക്യാമറയോ ഇല്ലെന്ന് മനസ്സിലാക്കി മുറിയിൽ കയറി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. യുവതി ഉണർന്ന് നിലവിളിച്ചപ്പോൾ കടന്നു കളഞ്ഞു. ബൈപ്പാസിലെത്തി കുറെ നേരം ചിലവഴിച്ച ശേഷം ലോറിയുമായി മധുരയിലേക്ക് മടങ്ങി. സംഭവത്തിൽ താൻ പിടിക്കപ്പെടുമെന്ന് കരുതിയില്ലെന്നും ബെഞ്ചമിൻ പറഞ്ഞതായി പോലീസ് അറിയിച്ചു. ഹോസ്റ്റലിൽ മറ്റു വനിതകൾ ഉണ്ടായിരുന്നുവെങ്കിലും പീഡനത്തിനിരയായ യുവതി മുറിയിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ആക്രമണത്തിൽ ഭയന്നുപോയ യുവതി രാവിലെയാണ് ഹോസ്റ്റൽ അധികൃതരെ വിവരം അറിയിച്ചത്. അവർ പോലീസിൽ പരാതി നൽകി. തുടർന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണർ P അനിൽകുമാറിന്റെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. ഏതായാലും പ്രതിയെ പിടിക്കാൻ സാധിച്ചത് വളരെ നല്ലൊരു കാര്യം. കാരണം ഒരു തരത്തിൽ നമ്മുടെ നാട്ടിൽ വന്ന് ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തിട്ട് വീണ്ടും ഇതേ കുറ്റകൃത്യം തന്നെയാണ് പ്രതി പോയി ആവർത്തിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ അയാൾ വീണ്ടും ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഹോസ്റ്റലുകളുടെ സുരക്ഷ, കൂടുതൽ വനിതകൾ താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ കൃത്യമായി CCTV ക്യാമറ നിരീക്ഷണം വേണം. അതുപോലെ തന്നെ സെക്യൂരിറ്റിയും അവിടെ ഉണ്ടാകേണ്ടതാണ്. കൃത്യമായിട്ട് വാതിലുകളൊക്കെ തന്നെ അടച്ചിട്ടുണ്ടോ, ഒരാൾക്കും ഇത്തരത്തിൽ കയറി ചെന്ന് ഒരു പഴുതുണ്ടാകാനുള്ള ഒരു സാധ്യതയും പാടില്ല എന്നുള്ളത് കൂടിയാണ്.